പീഡനക്കേസിൽ ആരോപണ വിധേയനായ മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണൻ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോഴിക്കോട് ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി വെറുതെ വിട്ടു. 2022 ഡിസംബർ 29 മാവൂർ ചെറുപ്പയിൽ നടന്ന മോക്ക് ഡ്രില്ലിനിടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ മാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് പഞ്ചായത്ത് അംഗം കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടത്. പഞ്ചായത്ത് അംഗത്തിനെതിരെ വന്ന ആരോപണം വിചാരണ കാലയളവിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. 2 വർഷത്തോളമായി തുടരുന്ന കേസ് 26-ാം തീയതി വിചാരണ പൂർത്തിയാക്കി. വ്യാഴാഴ്ച ഉച്ചയോടെ വിധി പറയുകയായിരുന്നു. വാർഡിലെ വികസന പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടിലെ എല്ലാ ജനവിഭാഗത്തോടൊപ്പം നിൽക്കുമെന്നും പൊതുപ്രവർത്തകരുടെ പേരിൽ ആരോപണം ഉയർന്നു വരുമ്പോൾ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണെന്നും അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ നേതാക്കന്മാരോടോ വ്യക്തികളോടോ യാതൊരുവിധ വൈരാഗ്യങ്ങളോ ഇല്ലെന്നും പഞ്ചായത്ത് അംഗം മാവൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തന്റെ പേരിൽ വന്ന ആരോപണത്തെ തുടർന്ന് കക്ഷി ചേർക്കപ്പെട്ട കുടുംബത്തിന് എന്തെങ്കിലും തരത്തിൽ മാനസിക പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഖേദവും അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന രീതിയിലേക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിലാണെങ്കിലും പൊതുജനമധ്യത്തിലാണെങ്കിലും ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പോക്സോ കേസ് എന്ന രീതിയിലേക്ക് മാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ തുടർ അന്വേഷണങ്ങൾ നടത്തി ഏകദേശം 39ഓളം സാക്ഷികളും 137ഓളം പേജുള്ള FIR റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ വെച്ചു നമ്മുടെ മാവൂർ പോലീസ് വിനോദ് സാറായിരുന്നു കേസ് അന്വേഷിച്ചിട്ടുണ്ട്. അവർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും 544/2022 FIR രജിസ്റ്റർ പ്രകാരം കേസ് നടത്തി. ആ കേസാണ് ഇന്ന് കോടതി വെറുതെ വിട്ടത്. മാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ കുറ്റാരോപിതനായ മാവൂർ പഞ്ചായത്ത് മെമ്പർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ഇന്ന് കോഴിക്കോട് പോക്സോ അതിവേഗ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരിക്കുന്നു. പ്രോസിക്യൂഷൻ ആരോപിച്ച കാര്യങ്ങൾ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പ്രതിയെ കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. എൻലൈറ്റ് ന്യൂസ് മുക്കം.